Hi, welcome to Ujala Amchi Mumbai, powered by NK Homes. കാലം മാറി കഥ മാറി കാലത്തിനൊപ്പം ഞങ്ങളും മാറുകയാണ്. മാറ്റങ്ങൾ എന്നും ആവശ്യമാണ്. എന്നും മാറ്റം ആവശ്യപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും മാറുകയാണ്. മറുനാടൻ മലയാളികൾക്കൊപ്പം. തിക്കിതിരക്ക് കലവിലയെല്ലാം ഒപ്പിയെടുക്കും നഗരം അംചി മുംബൈ. തേടി വരുന്നോർക്ക് അഭയം നൽകാൻ മടിയില്ലാത്തൊരു നഗരം അംചി മുംബൈ. നാനാജാതി ജനങ്ങളിലൂടെ കാണാം ഇവിടെ സമത്വം അംചി മുംബൈ. അംചി മുംബൈ, അംചി മുംബൈ, അംചി മുംബൈ. നമുക്കേവർക്കും വളരെ സുപരിചിതയായ മലയാളത്തിലെ ഇഷ്ടനായിക, സ്നേഹാദരങ്ങളുടെ സ്വാഗതം നവ്യ നായർ. ഒപ്പം സന്തോഷത്തോടുള്ള നമ്മുടെ സന്തോഷും, പിന്നെ സായി കൃഷ്ണയും. സായി കൃഷ്ണ, എന്തെങ്കിലും വിശേഷം? സുഖമാണ്. ഓക്കെ, എന്തെങ്കിലും സന്തോഷ്. താങ്ക് യു വെരി മച്ച്. ഇന്ന് ബോംബെ മലയാളികൾ എല്ലാവരും ഉണ്ട്. ഞങ്ങൾക്ക് ആദ്യം ഒരു കൺഗ്രാലേഷനും താങ്ക്സും ഒക്കെ പറയണം. കാരണം ഇന്ന് നവ്യ മുംബൈയുടെ മരുമകളാണ്. ബോംബെ എന്ന് പറയുന്നത് വളരെ നവ്യ, എനിക്ക് തോന്നുന്നു മുതുകുളത്ത് നിന്നും മുംബൈ പേരുകൊണ്ട് തന്നെ ഒരു സാമ്യമുണ്ട് അല്ലെ? സാമ്യമുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ജീവിതത്തിലെ ഒരു ശൈലി അല്ലെങ്കിൽ അതിന്റെ ഒരു ഇത് വളരെ മാറ്റമുണ്ട്. ഇതൊരു മെട്രോപൊളിറ്റൻ സിറ്റിയാണ്. മുംബൈയിൽ വളരെ തിരക്ക് പിടിച്ച ജീവിതം, ഒരു ബിസിനസ്മാനാണ്, ഇങ്ങനെയൊക്കെയാണ്. എങ്ങനെ തോന്നുന്നു കേരളത്തിൽ നിന്നും ബോംബെ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു മാറ്റം? കേരളത്തിൽ ഞാൻ ജനിച്ചു വളർന്നെങ്കിലും സിനിമയിലായിട്ട് എൻ്റെ വീടൊക്കെ മുതുകുളത്ത് തന്നെയാണ്. പക്ഷെ എന്നാലും ഷൂട്ടിങ്ങിനായിട്ട് പലപ്പോഴും നമ്മൾ തിരക്കുള്ള സിറ്റീസിലും പോവാറുണ്ട്. ഗ്രാമം മാത്രമല്ല നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും ഹോട്ടലിലൊക്കെ ജീവിക്കുന്ന ബോംബെ ഒന്ന് സെറ്റിൽ ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു എനിക്ക് ആദ്യം ഒരു ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. എസ്പെഷ്യലി ഞങ്ങൾ ആദ്യം പവായിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പൊ കുറച്ചുകൂടെ ഒരു എന്താ പറയാ, കൂടുതൽ ബിൽഡിങ്ങുകൾ, ഇപ്പൊ ന്യൂ ബോംബെനെക്കാട്ടിലും കൂടുതൽ ഇങ്ങനെ ബിൽഡിങ്സ് ഇങ്ങനെ ഒരുപാട് അടുത്തടുത്ത് നമ്മൾ ജനൽ ഓപ്പൺ ചെയ്യുമ്പോൾ അടുത്തൊരു ബിൽഡിംഗ് കാണുന്ന ഒരു ഇതായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ചേട്ടന്റെ ഈ ഓഫീസ് ആവശ്യങ്ങൾക്കും വെയർ ഹൗസ് അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് വന്നപ്പോഴാണ് ഞാൻ ഈ ന്യൂ ബോംബെ കാണുന്നത്. വെള്ളോട്ട് ഇറങ്ങിയപ്പോ എങ്ങനെയാണ് അവിടെ നാട്ടിലെ പോലെ ഇവിടെ ഫാൻസ് ഒക്കെ എങ്ങനെ? ഇല്ല, അത്രയും സുഖ. വെളിയില് വീട്ടിലിരുന്ന ഡ്രസ്സിൽ തന്നെ എല്ലായിടത്തും പോവാം. അതാണ് ഏറ്റവും വലിയ കംഫർട്ട്. കാരണം അധികം അങ്ങനെ മലയാളീസിൽ ഇപ്പൊ അല്ലെങ്കിൽ തന്നെ ആരും അത്രയും ബോധേഡല്ല. കുറച്ച് മലയാളീസിൽ ഞാൻ ഇങ്ങനെ വളരെ കുറച്ച് ഇങ്ങനെ കാണാറില്ല അസോസിയേഷൻ. അല്ലെങ്കിൽ കാണും ഞാൻ അമ്പലത്തിൽ പോകുമ്പോ. ഇവിടെ കൊച്ചു ഗുരുവായൂർ അമ്പലമുണ്ട്, നെരൂളിൽ അയ്യപ്പ ടെമ്പിൾ ഉണ്ട്. അവിടെയൊക്കെ പോകുമ്പോൾ ഞാൻ ഒരുപാട് മലയാളീസിനെ കാണും. അവരെല്ലാം വലിയ സ്നേഹത്തോടെ വന്ന് സംസാരിക്കും. പക്ഷെ അല്ലാതെ ഇപ്പൊ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മുടെ നാട്ടിലെല്ലാരും മലയാളികളാണല്ലോ. അപ്പൊ ആ ഒരു ഇതില്ല. പക്ഷെ ഇപ്പൊ അല്ല കേട്ടോ, ഇപ്പൊ നാട്ടിലെല്ലാരും മലയാളികളൊന്നുമല്ല. ഇപ്പൊ അന്യ സംസ്ഥാനക്കാർ ഒരുപാട് പേര് വന്നു തുടങ്ങി. അതെ, പക്ഷെ എന്നാലും ഇപ്പൊ ഉദാഹരണം ഇപ്പൊ ഞാൻ മുതുകുളത്താണ്. ഇപ്പൊ മുതുകുളത്ത് നമ്മള് ഈ മുതുകുളക്കാരായോണ്ടാണ് നമുക്കിന്ന് മുതുകുളത്തുകാർ രണ്ടുമൂന്ന് വന്നിട്ടുണ്ട്. എനിക്കൊന്ന് ഒരാൾ പറഞ്ഞു നവ്യയുടെ അച്ഛന്റെ വീടിന്റെ അടുത്തുള്ള ഒരാളുണ്ട് അല്ലെ? എവിടെയാണ് ആളൊന്നും കാണട്ടെ? എന്റെ അച്ഛന്റെ വീട് ചേപ്പാടാണ്, കൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ അടുത്ത്. പിന്നെ വേറൊരാളോട് എത്തിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അല്ലെ? സന്തോഷിന്റെ വീടിന്റെ അടുത്തുള്ള ഒരാളാണ്. എവിടെയാണ്? ഞാൻ പായിപ്പാടാണ്. അപ്പൊ അങ്ങനെ ഇത് നാട്ടുകാരും വീട്ടുകാരും എല്ലാരും ഉണ്ട്. അതാണ് നമ്മുടെ എന്തെങ്കിലും എനിക്കൊന്നു ഗണേശോത്സവം. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും വളരെ പ്രസിദ്ധിയാർജിച്ച ഒരു ഉത്സവം നടക്കുന്നത് നമ്മുടെ ബോംബെയിലാണ്, ഗണേശോത്സവം. ഗണേശോത്സവം എന്ന് പറയുന്നത് തന്നെ എനിക്കൊന്നും അതിനെ കൂടുതൽ തീർച്ചയായും സന്തോഷം പറയാൻ കഴിയും. ഉത്സവനെ പോയിരുന്നോ? ലാൽബാഗ് ഇവിടുത്തെ ഏറ്റവും പ്രസിദ്ധി ആർജിച്ച 75 കോടി സ്വർണ്ണമൊക്കെയാണ് അവിടെ ആൾക്കാർ അർച്ചനയായിട്ട് സമർപ്പിക്കുന്നത്. ഈ ഗണേശോത്സവത്തെ കുറിച്ച് അറിയാമല്ലോ അല്ലെ? അതൊന്ന് കേൾക്കട്ടെ. അല്ല, അങ്ങനെ അറിയാമോ? അത്യാവശ്യമൊക്കെ അറിയാം. എന്ന് വെച്ചാല് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മുഴുവൻ കാര്യങ്ങൾ പറയണോ? ആയിക്കോട്ടെ, തീർച്ചയായും കേൾക്കാലോ. അതായത് 1900 എന്നൊന്നും പറയുന്നത് എനിക്ക് അറിയില്ല. പക്ഷെ പണ്ട് ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന സമയത്ത് ഗ്യാതറിങ്സ് ഒന്നും പാടില്ല. അതൊരു പണ്ടത്തെ ഒരു അടിയന്തരാവസ്ഥ പോലെ ആയിരുന്നില്ല. അല്ല, അന്ന് അതായത് ഒരുമിച്ച് കൂടുമ്പോ അവിടെ എന്തെങ്കിലും റൈറ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും തീരുമാനങ്ങളൊക്കെ എടുക്കും എന്നൊക്കെ ഉള്ളൊരു പേടി ഉള്ളതുകൊണ്ട് അങ്ങനെ എപ്പോ കൂട്ടം കൂടി ഒന്നും ചെയ്യാൻ പാടില്ല എന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ ലോക്മാന്യ തിലക് ഈ ഉണ്ടായിരുന്ന ഒരു ഗണേശോത്സവത്തിന്റെ ഒരു ഛത്രപതി ശിവാജിയാണ് പിന്നീടാണ് അതാണ് ഞാൻ പറഞ്ഞത്. പിന്നീട് ലോക്മാന്യ തിലക് അതിനെ പിന്നീട് ആ ഒരു പൊളിറ്റിക്കൽ ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ ഒരു റിലീജിയസ് ഇതിന്റെ ബാനറിൽ അതിനെ പിന്നീട് ഗണേശോത്സവം എന്ന പേരിൽ കൊണ്ടുവന്നു എന്നാണ് എന്റെ ഒരു
അറിവ്. കേട്ടോ, അത് So that അവർക്ക് ഗ്യാദർ ചെയ്യാൻ പറ്റും. പിന്നീട് അവർക്ക് തീരുമാനങ്ങൾ, അതായത് ആ ഒരു ഗ്യാദറിംഗിൽ ബ്രിട്ടീഷുകാർ അറിയാതെ ഇവിടെ ഗണപതിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവനെന്റെ കുട്ടി ഗണപതിയാണ്. അതെ, കുട്ടി ഗണപതിയാണ്. അതായത് ഭക്തിസാന്ദ്രമായ ഒരു സമരമുറ, അതായിരുന്നു വേണമെങ്കിൽ അതിനെ ഒരു വാക്കിൽ പറയാം. ഇപ്പം എനിക്ക് തോന്നുന്നു അതിനെ ഒരുപാട് രാഷ്ട്രീയക്കാര് അതിലിങ്ങനെ ഇവിടെ അധോലോകം അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇടുന്നുണ്ടോ? അതിനെ കുറിച്ച് അറിയാം? കേട്ടിട്ടുണ്ട്. കാരണം പണ്ട് എനിക്ക് ഹിന്ദി സിനിമയിൽ ഇങ്ങനെ അഭിനയിക്കാൻ ഓഫേഴ്സ് ഒക്കെ വരുമ്പോ ഞാൻ ഈ അണ്ടർവേൾഡ് എന്ന് വിചാരിച്ചിട്ട് സന്തോഷോട് ചോദിച്ചു എവിടെ ഈ അണ്ടർവേൾഡ് എന്ന് ചോദിച്ചു. ചേട്ടൻ അത് കാണിച്ചു തന്നില്ല. അത് സന്തോഷം നവ്യ കല്യാണം കഴിക്കുമ്പോ ആദ്യം ഒരു അതെ, കാരണം ഒരു MBA ഗ്രാജുവേറ്റ് ആണ്, MBA-കാരിയാണ്, നല്ല വിവരമുണ്ട്, പക്ഷെ ബിസിനസ്സിനുള്ള ഒരു മെന്റാലിറ്റി ഇല്ല. അതാണ് എന്റെ ഒരു തികഞ്ഞ കലാകാരി. പക്ഷെ എനിക്കൊന്നും അതിന് ഒരുപാട് പ്രചോദനം നൽകാറുമുണ്ട്.